ബലിക്കുള്ള തീയും വിറകുമുണ്ട്. ബലിക്കുള്ള കുഞ്ഞാടെവിടെ അപ്പാ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. നൂറാമത്തെ വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും, സാറ ഒരു മകനെ പ്രസവിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ നിന്റെ അമ്മ സാറ ചിരിച്ചു. ഞാനും വിശ്വസിക്കുക. പക്ഷേ ദൈവം വാക്ക് പാലിച്ചു. നീ അബ്രഹാമിന്റെയും സാറയുടെയും മകനല്ല, ദൈവത്തിന്റെ പുത്രനാണ്. അബ്രഹാം തേരകന്റെ പുത്രനല്ല, ദൈവത്തിന്റെ പുത്രനാണ്. മനസ്സിലാകുന്നുണ്ടോ മകനെ? അപ്പോൾ ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവം നിന്നെ തിരികെ ചോദിച്ചാൽ ദഹനബലിയായി സ്വന്തം മകനെ വേണമെന്ന് ദൈവം പറഞ്ഞാൽ ഞാൻ മനസ്സോടെ കൊടുക്കണ്ടേ? അപ്പാ എന്നെ കൊല്ലല്ലേ, അപ്പാ എന്നെ കൊല്ലല്ലേ, അപ്പാ എന്നെ കൊല്ലല്ലേ. എനിക്കെന്റെ അമ്മയെ കാണണം അപ്പാ. നീ എന്റെ മകനല്ലേ? ദഹനബലിയായി അങ്ങേക്ക് ഞാൻ എന്റെ മകനെ അർപ്പിക്കുന്നു. അബ്രഹാം, നീ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്കവിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്കുറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ? എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ?